ഫിനിക്സ് ക്ലാസ്സസിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം സിന്ധു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ലെസൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ അവസാനത്തെ പോർഷനാണ്. ഒരു പ്രധാനപ്പെട്ട പോർഷൻ തന്നെയാണ്. അതുകൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെസൺ കഴിയും. അപ്പോൾ അതാണ് ഇന്നത്തെ. അതിലാദ്യം വരുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. അതാണ് വരുന്നത്. അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പ്രകാരം എങ്ങനെയൊക്കെ ഒരാൾക്ക് ടാക്സ് പേ ചെയ്യണം. അതായത് നമ്മൾ പഠിച്ചു, അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്തൊക്കെയാണ് പഠിച്ചു. ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ് എന്ന് പഠിച്ചു. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് എങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് ടാക്സ് പേയ്മെന്റ് ചെയ്യേണ്ടി വരിക. അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു 6 പോയിന്റ് ആണ് വരുന്നത്. ഈ 6 പോയിന്റിനെ ഞാൻ ഫോട്ടോ എടുത്തിടുന്നുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷനും അതിന്റെ ക്വസ്റ്റ്യനുമാണ് ഈ ക്ലാസ്സിലെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇടുന്നത്. ഓക്കെ, ആദ്യം തന്നെ അപ്പോൾ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ടാക്സ് ലയബിലിറ്റി എങ്ങനെ വരും എന്നുള്ളതും കൂടി പറയുകയാണ് കേട്ടോ. അതിൽ ആദ്യത്തെ വരുന്നത്, എല്ലാവരും ആ ഫോട്ടോ നോക്കുക കേട്ടോ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. അതിൽ ആദ്യം ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. അതായത് അപ്പോൾ അതിലൊരു സംശയം വരാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഡീംഡ് എന്ന് പറയുമ്പോൾ എന്താണുള്ളത്? ഈ ഡീംഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും, അത് ഇപ്പോൾ കിട്ടിയിട്ടില്ല. അതായത് നമുക്ക് എപ്പോഴാണ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പക്ഷെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. അത് അങ്ങനെയുള്ള ഇൻകത്തിനെയാണ് നമുക്ക് ഡീംഡ് ഇൻകം എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ പക്ഷെ ഉള്ളത് എന്തായാലും വരുന്നത് ഡീംഡ് ഇൻകത്തിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാറുണ്ട്. ക്ലിയർ? അപ്പോൾ അതാണ് ആദ്യത്തെ കേട്ടോ. ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം കിട്ടി, പിന്നെ എന്തായിരിക്കും വരുന്നത്? നമുക്ക് അത് ഇൻകം കിട്ടുകയും ചെയ്തു, പിന്നെ എന്തായിരിക്കും ഡീംഡ്, അത് കിട്ടും, ഇന്ത്യയിൽ തന്നെയാണ്. അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ഓർഡിനറി റെസിഡന്റിനും നോട്ട് ഓർഡിനറി റെസിഡന്റിനും നോൺ റെസിഡന്റിനും എന്തായിരിക്കും ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ ആ ഇൻസിഡൻസ് നമുക്ക് ഒരു ചാർട്ട് മുഖേന പഠിക്കാൻ വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതിൽ ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി, നോൺ റെസിഡന്റ്, ഇങ്ങനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോക്കാം, നമുക്ക് ശ്രമിക്കാം. ആദ്യം വരുന്നത് ഏതായിരിക്കില്ല? ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഡീംഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, കിട്ടും, ഇപ്പോഴല്ല കിട്ടിയിരിക്കുന്നത്, പിന്നെയായിരിക്കും കിട്ടുന്നത്. അതെന്തായിരിക്കും? ഇൻകം റിസീവ്ഡ് ആൻഡ് ഡീംഡ് ടു. ഇപ്പൊ മനസ്സിലായല്ലോ, ഡീംഡ് ടു റിസീവ്. അതെന്തായിരിക്കും വരുന്നത്? ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ ആണ്, നോട്ട് ഓർഡിനറിക്ക് ടാക്സബിൾ ആണ്, നോൺ റെസിഡന്റിന് ടാക്സബിൾ ആണ്. ക്ലിയർ? ഇനി അടുത്തത് വരുന്നത് എന്താണ്? ഇൻകം അക്രൂവ് ഓർ അറൈസിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെയാണ് ഇൻകം അക്രൂ ചെയ്തു, അറൈസ് ചെയ്തു, ഇവിടെ തന്നെയാണ് ഉണ്ടായത്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്? എല്ലാവർക്കും എന്തായിരിക്കും ടാക്സബിൾ. ആദ്യത്തെ 1-2 എണ്ണം വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്താണ്? ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഇന്ത്യ എന്തായിരിക്കും വരുന്നത്? ഡീംഡ്. ഡീംഡ് എന്ന് പറയുമ്പോൾ നേരത്തെ എന്തായിരുന്നു? അക്രൂ ചെയ്തു, അറൈസ് ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൽ പറയുന്നു ഡീം ടു അക്രൂ ഉണ്ടാവും, ഇപ്പോഴല്ല ഉണ്ടാവുന്നത്, പിന്നീടായിരിക്കും അക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, എനിക്ക് പിന്നീടാണ് കിട്ടുന്നത്. അപ്പോഴെന്തായിരിക്കും വരുന്നത്? ടാക്സബിൾ തന്നെയായിരിക്കും. ആർക്കൊക്കെയാണ്? എല്ലാവർക്കും ടാക്സബിൾ ആയിരിക്കും. മനസ്സിലായോ? ഇതിലിപ്പോ അക്രൂ ചെയ്തു, അറൈസ് ചെയ്തു, ഇന്ത്യയിൽ കിട്ടി, നമ്മുടെ കയ്യിൽ തന്നെ കിട്ടി, അപ്പൊ ടാക്സബിൾ. ഇനി ഇത് ഡീംഡ് ടു അക്രൂ ആണ്, അറൈസ് ആണ്, അപ്പൊ എന്തായിരിക്കും വരുന്നത്? അതും എല്ലാവർക്കും ടാക്സബിൾ ആയിരിക്കും. ഇനി അടുത്തത് വരുന്നത് എന്താണ്? ഇൻകം അക്രൂയിങ് ഓർ അറൈസിംഗ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾ ഓർ പ്രൊവിഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. അതായത് എറൈസ് ചെയ്തിട്ടുണ്ട്, അക്രൂ ചെയ്തിട്ടുണ്ട്, എവിടെയാണ് വരുന്നത്? ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്താണ് അക്രൂ ചെയ്തതും അറൈസ് ചെയ്തതും. ഓക്കെ, പക്ഷെ കൺട്രോൾ ചെയ്ത് ഇവിടെ വെച്ചിട്ട്. അപ്പൊ അതായത് ഒരാള് ബിസിനസ്സുകാരൻ, അതായത് ഇവിടെ ഇരുന്നിട്ട് എല്ലാം കൺട്രോൾ ചെയ്യാം. ബിസിനസ് മുഴുവൻ നടക്കുന്നത് എന്തായിരിക്കും? വരെ പുറത്താണ് നടക്കുന്നത്. UK-ലോ എവിടെയാണെന്ന് ആയിക്കോട്ടെ, ഇന്ത്യക്ക് പുറത്താണ്. പക്ഷെ കൺട്രോൾ മുഴുവൻ എന്തായിരിക്കും? ഇവിടെയാണ്. ഇപ്പൊ BPO ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ, അങ്ങനത്തെയുള്ള ബിസിനസ്സുകളൊക്കെ. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഓർഡിനറി റെസിഡന്റിനും നോട്ട് ഓർഡിനറിക്കും ടാക്സ് ആവണമാണ്. നോൺ റെസിഡന്റ് എന്തായിരിക്കും വരുന്നത്? നോട്ട് ടാക്സബിൾ ആണ്. അവർക്ക് ഇവിടെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ അവർക്ക് ടാക്സ് കൊടുക്കുന്നില്ല, നോൺ റെസിഡന്റിന് ടാക്സ് കൊടുക്കുന്നില്ല. ഇനി അടുത്തത് വരുന്നത്
ഇൻകം അക്രൂഡ് അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ എല്ലാം പുറത്ത് തന്നെയാണ്. അതായത് അയാൾ ബിസിനസ് ചെയ്യുന്നതും പുറത്ത് തന്നെ, അവിടെ തന്നെയാണ് എന്തായിരിക്കും വരുന്നത്, കൺട്രോൾ ചെയ്യുന്നതും പുറത്ത് തന്നെയാണ്. അങ്ങനെ വരുമ്പോ എന്തായിരിക്കും വരുന്നത്, റെസിഡന്റ് ആണ് അയാൾ. എന്തായിരിക്കും, ഇന്ത്യയിലാണ് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അയാൾ വന്നു പോകുന്നൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് എന്തായിരിക്കും വരുന്നത്, ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ ആണ്, നോട്ട് ഓർഡിനറിക്ക് നോട്ട് ടാക്സബിൾ ആണ്. അയാൾക്ക് കൊടുക്കുന്ന, അയാൾ എപ്പോഴും ഇന്ത്യയിൽ വരാൻ നിങ്ങൾക്ക് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും എന്തായിരിക്കും, നോട്ട് ടാക്സബിൾ ആണ്. അതായത് നോട്ട് ഓർഡിനറിക്കും നോൺ റെസിഡന്റിനും നോട്ട് ടാക്സബിൾ ആണ്. മനസ്സിലായോ? അയാൾ ഇന്ത്യയിൽ വന്നു പോവുക എങ്ങനെയായിരിക്കും അയാളുടെ ടാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അതുകൊണ്ടാണ് ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ ആയി വരുന്നത്. ഇനി ചില സമയത്ത് എന്തായിരിക്കും, ഇനി ഔട്ട്സൈഡ് ബ്രോഡ്, അതായത് ഇൻകം ഏൺഡ് ഔട്ട്സൈഡ് ഏർലിയർ. അത് മുന്നേ പണ്ട് ബിസിനസ് ഒക്കെ ചെയ്തിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം കിട്ടിയിട്ടുണ്ടാവും. ഈ ഇൻകത്തിനെ അയാൾ ഈ പ്രീവിയസ് ഇയറിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ബ്രോഡ് ഓർ റെമിറ്റഡ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയറിലാണ് കൊണ്ടുവരുന്നത്. ഇത് ഈ മുന്നേ എന്തായിരുന്നു, എക്സംപ്റ്റഡ് ആണ്, പണ്ട് നടന്നതാണ്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്, ആർക്കും ടാക്സബിൾ അല്ല. അതായത് റെസിഡന്റിനും അല്ല, നോട്ട് ഓർഡിനറിക്കും അല്ല, നോൺ റെസിഡന്റിനും അല്ല. മനസ്സിലായോ? ആകെ കൂടി 6 കണ്ടീഷനാണ്. ചില സ്ഥലത്ത് ഇത് രണ്ടും കൂടി ഒന്നായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ വേറെ പഠിക്കാൻ വെച്ചാൽ കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ എല്ലാം എന്തായിരിക്കും, ആകെ കൂടി ഒരു കണ്ടീഷൻ മാത്രമാണ് ഓർഡിനറി റെസിഡന്റിന് നോൺ ടാക്സബിൾ ആയിട്ടുള്ളത്. ബാക്കി എല്ലാ കണ്ടീഷനും എന്തായിരിക്കും വരുന്നത്, ഓർഡിനറി റെസിഡന്റ് ടാക്സബിൾ ആണ്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇതിന്റെ ബേസിസിലാണ് ഒരു പ്രോബ്ലം വരാറുണ്ട്. അത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ, ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ഈ ചാർട്ട് വെച്ച് എപ്പോഴും പഠിക്കാം. ഇന്ത്യയിലുള്ളത് എന്തായിരിക്കും, ടാക്സബിൾ ആയിരിക്കും. ബാക്കിയുള്ളത് എന്തായിരിക്കും, ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ളത് എന്തായിരിക്കും, മറ്റേ നോൺ റെസിഡന്റിന്റെ ഒക്കെ എന്തായിരിക്കും, നോൺ ടാക്സബിൾ. ക്ലിയർ? ഓക്കെ. നമ്മള് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ഇൻഷുറൻസിന്റെ അതിന്റെ ബേസിസിലുള്ള ഒരു പ്രോബ്ലം ആണ്. ആ ചാർട്ട് പോലെ തന്നെയാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. ആദ്യം 3 സ്റ്റാറ്റസ് ആണ്. ആദ്യം മിസ്റ്റർ വിജയ് has the following incomes for the previous year 2019-20. compute his total income ആണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഇൻ കേരള റിസീവ്ഡ് ഇൻ ജപ്പാൻ. അതായത് എന്തായിരിക്കും വരുന്നത്, അത് ഏത് കാറ്റഗറിയിലായിരിക്കും വിടുക, ഇൻകം ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ. ഇന്ത്യയിലാണ് അയാൾ എല്ലാ ബിസിനസ്സും എല്ലാം ചെയ്യുന്നത്. പക്ഷെ അയാൾ എന്തായിരിക്കും വരുന്നത്, റിസീവ് ചെയ്യുന്നത് ജപ്പാനിലാണ്. അങ്ങനെ വരുമ്പോൾ ഏത് ഇതിലായിരിക്കും വരുന്നത്, അക്രൂസ് ആൻഡ് അറൈസ് ഇന്ത്യ ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ അത് ഏതിലായിരിക്കും വരുന്നത്, ഒന്നാമത്തെ വരുന്നത് എന്തായിരിക്കും, ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും വരുന്നത്, കേരള ആൻഡ് റിസീവ്ഡ് എവിടെയാണ്, ജപ്പാൻ അല്ലേ. അപ്പോ ആർക്കായിരിക്കും വരുന്നത്, ഇവർക്ക് ടാക്സബിൾ അല്ലേ? അതെ, ഇവർക്ക് ടാക്സബിൾ ആണ്. ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ ആണ്, നോട്ട് ഓർഡിനറിക്കും ടാക്സബിൾ ആണ്. പിന്നെ എന്തായാലും നോൺ റെസിഡന്റിനും ടാക്സബിൾ ആണോ? അതെ. കാരണം എന്താണ്, നമ്മൾ ഏതാണ് വരുന്നത്, മൂന്നാമത്തെ നമ്മൾ പഠിച്ചില്ലേ, അതാണ് വരുന്നത്. ക്ലിയർ? ഇനി അടുത്തത് വരുന്നത് എന്താ, ഇൻകം ഫ്രം ബിസിനസ് ഇൻ US റിസീവ്ഡ് ദർ. അതായിരിക്കും വരുന്നത്, ബിസിനസ് നടത്തുന്നത് US-ല്, റിസീവ് ചെയ്യുന്നതും അവിടെ തന്നെ. അത് നാലാമത്തെ ആയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അതായത് എന്തായിരിക്കും വരുന്നത്, ഇൻകം ഫ്രം ബിസിനസ് എന്തായിരിക്കും വരുന്നത്, US-ൽ തന്നെയാണ് ബിസിനസ് നടത്തുന്നതും റിസീവ് ചെയ്യുന്നതും അവിടെ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്, ഓർഡിനറി റെസിഡന്റിന് മാത്രമാണ് ടാക്സബിൾ, മറ്റവർക്ക് രണ്ടുപേർക്കും ടാക്സബിൾ അല്ല. ഇനി അടുത്ത എന്താ പറയുന്നത്, ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി റിസീവ്ഡ് ഇൻ ബോംബെ 3000. ഈ ഡിവിഡൻഡ് എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് എന്തായിരിക്കും, എക്സംഷൻ ആണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് എക്സംഷൻ ആണ്. പക്ഷേ ഫോറിൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ്, അതായത് ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ഫോറിൻ കമ്പനി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. അപ്പോൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഫോറിൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് എടുക്കേണ്ടി വരും. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതായത് അത് പ്രത്യേകം പറയുന്നത് ഇന്ത്യൻ കമ്പനിയാണ്, ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ അതെന്തായിരിക്കും, ആർക്കും ടാക്സബിൾ, ഇന്ത്യൻ കമ്പനി ഡിവിഡൻഡ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് അത് ഡിവിഡൻഡ് വരുന്നത്, എന്തായിരിക്കും, നമുക്ക് എക്സംപ്റ്റഡ് ഇൻകം ആയിട്ടാണ് ഡിവിഡൻഡിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത് വരുന്നത് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ റഷ്യ, എ ബിസിനസ് ആൻഡ് കൺട്രോൾ ഫ്രം ഇന്ത്യ റിമിറ്റഡ് ടു ഇന്ത്യ.
കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിലാണ്. പക്ഷെ ബിസിനസ് നടക്കുന്നത് എന്തായിരിക്കും വേറെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BPO കാര്യം പറഞ്ഞില്ലേ, അത് ആർക്കൊക്കെയാണ്? റെസിഡന്റിനും നോൺ ഓർഡിനറി റെസിഡന്റിനും ടാക്സബിൾ ആയിരിക്കും. NRIക്ക് എന്തായിരിക്കും ടാക്സബിൾ അല്ല. അപ്പോൾ അത് 4ാമത്തെ. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് എന്തായിരിക്കും വരുന്നത്? റഷ്യയിലാണ്. പക്ഷേ എന്തായിരിക്കും വരുന്നത്? കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഇന്ത്യയിലാണ്. അങ്ങനെ വരുമ്പോ എവിടെയായിരിക്കും വരുന്നത്? എത്രയാണ് വരുന്നത്? ഇവിടത്തെ എമൗണ്ട് തെറ്റിട്ടുണ്ടായിരുന്നു, ഞാനതൊന്ന് ക്ലിയർ ചെയ്യണ്ടേ. പിന്നെ എന്തായിരിക്കും വരുന്നത്? പ്രോഫിറ്റ് എത്രയാണ്? ഇപ്പോൾ 32,000. പിന്നെ എന്തായിരിക്കും വരുന്നത്? നോട്ട് ഓർഡറിലേക്ക് ഉണ്ടാവുമോ? കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ വെച്ചിട്ടല്ലേ. അപ്പൊ നോട്ട് ഓർഡറിലേക്കും ടാക്സബിൾ ആണ്, നോൺ റെസിഡന്റിന് മാത്രം ടാക്സബിൾ അല്ല. ഓക്കെ, ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5ാമത്തെ പോയിന്റ് ആണ് കേട്ടോ. 4ാമത്തെ പോയിന്റ് ഇതും 5ാമത്തെ പോയിന്റ് ഇതും. അതായത് പ്രോഫിറ്റ് ബിസിനസ് ഒക്കെ ചെയ്യുന്നത് റഷ്യയിലാണ്, കൺട്രോൾ ചെയ്യുന്നത് അയാൾ ഇവിടെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? ഓർഡിനറി റെസിഡന്റിനും നോട്ട് ഓർഡിനറി റെസിഡന്റിനും ടാക്സബിൾ ആണ്. എന്തായിരിക്കും വരുന്നത്? നോൺ റെസിഡന്റ് ടാക്സബിൾ അല്ല. ഓക്കെ, ഇനി അടുത്തത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം എ ലോൺ ഗിവൺ ടു എ ഫ്രണ്ട് ഇൻ ഇന്ത്യ. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം എ ലോൺ given it to a friend in India. ഇന്ത്യയിലെ ഒരു ഫ്രണ്ടിന് എന്ത് കൊടുത്തിട്ടുണ്ട്? കുറച്ച് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന് എന്ത് കിട്ടുന്നുണ്ട്? ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഇവിടെ നിന്നല്ലേ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? ഓർഡിനറിക്കും എല്ലാവർക്കും എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. അപ്പൊ 2,000 ആണ്. 2,000 ആണ്. അല്ലാതെ നോൺ റെസിഡന്റ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അതൊന്നും നമുക്ക് അറിയണ്ടാവില്ല. പക്ഷെ എല്ലാവർക്കും ടാക്സബിൾ ആയിരിക്കും. അങ്ങനെയാണ്. ഇത്രയാണ് ആ ക്വസ്റ്റ്യനിൽ ഉള്ളത്. അപ്പൊ ഇനി എന്തായിരിക്കും? ടോട്ടൽ ഇൻകം കാണണം. എല്ലാവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? ഇവരുടെ കൂട്ടുമ്പോൾ 2,32,000. ഇയാളുടെ എത്രയായിരിക്കും? 1,54,000. ഇയാളുടെ 1,22,000. ഇങ്ങനെയായിരിക്കും വരിക. അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയായിരിക്കും? എന്തായിരിക്കും വരുന്നത്? ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ആയിട്ടായിരിക്കും വരിക. അപ്പൊ അത് ടാക്സബിൾ ആണോ നോൺ ടാക്സബിൾ ആണോ അതാണെന്ന് നോക്കാം. അപ്പൊ ഒരു കാര്യം എപ്പോഴും ആലോചിച്ചാൽ മതി. ഇൻകം ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കി അക്രൂ ചെയ്യുകയാണ്, ഡീംഡ് ആവുകയാണെങ്കിലും എന്തായിരിക്കും വരിക? എല്ലാവർക്കും ടാക്സബിൾ ആണ്. അതിലെ സ്റ്റാറ്റസ് 3 പേർക്കും ഉണ്ടായി. പിന്നെ എന്തായിരിക്കും വരുന്നത്? US ബിസിനസ് നടത്തുകയാണ്, പക്ഷെ ഇന്ത്യയിൽ അയച്ചിട്ടാണ് നമ്മൾ എന്തായിരിക്കും കൺട്രോൾ ഒക്കെ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അയാൾ ഇവിടെ വെച്ചിട്ടാണ്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? ബിസിനസ് നടത്തുന്നത് US-ലാണ്, റിസീവ് ചെയ്യുന്നതും US-ൽ വെച്ചിട്ടാണെങ്കിൽ ഓർഡിനറി റെസിഡന്റിന് മാത്രമായിരിക്കും. പിന്നെ എന്തായിരിക്കും എന്നത്? വല്ല ഡിവിഡൻഡ് അങ്ങനത്തെ ഇന്ത്യൻ കമ്പനിയിൽ വരുന്ന ഡിവിഡൻഡ് ഒന്നും ടാക്സ് അത് എക്സംപ്റ്റഡ് ഇൻകം ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്തായിരിക്കും എന്നത്? എവിടെ ബിസിനസ് നടത്തിയാലും ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസിഡന്റിനും നോട്ട് ഓർഡിനറിക്കും ടാക്സബിൾ ആയി. അപ്പൊ നോൺ റെസിഡന്റിന് ടാക്സബിൾ അല്ല കേട്ടോ. പിന്നെ എന്തായിരിക്കും എന്നത്? എന്തെങ്കിലും എക്സംപ്റ്റഡ് ആയിട്ടുള്ള വല്ല ഇൻകം ഒക്കെ ഉണ്ട്, അത് പിന്നീട് കൊണ്ടുവരികയാണെങ്കിൽ എന്തായിരിക്കും എന്നത്? എക്സംപ്റ്റഡ് ആണ്, ആർക്കും ടാക്സബിൾ ആവില്ല. പക്ഷെ ഇവിടെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇന്ത്യയിൽ നിന്നാണ്, ഞാൻ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് ഇൻട്രസ്റ്റ് കിട്ടുകയാണ്. അതപ്പോ എന്തായിരിക്കും? ഇവിടെ 3 പേർക്കും അറേഞ്ച് ചെയ്യുന്നതും ഇവിടെ തന്നെയാണല്ലോ, അതുകൊണ്ടാണ് എല്ലാവർക്കും ടാക്സബിൾ ആയത്. അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും. ഈ ക്വസ്റ്റ്യൻ 1-2 പ്രോബ്ലം ആണ് നമുക്ക് എന്താ പറയാ ബുക്കിലുള്ളത്. അത് പല ബുക്കിൽ നിന്നും നമ്മുടെ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്താൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. ഇനി കൂടുതൽ പ്രോബ്ലം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇട്ട് തരാം. ഓക്കെ, ഈ ക്ലാസ് ഇഷ്ടമായതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ മടിക്കണ്ട. എല്ലാവരും കമന്റ് ബോക്സിൽ വന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം, എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ താങ്ക് യു.